തെറ്റിദ്ധരിക്കുകയെന്നറിയാം. എന്നാലും എന്നോട് പറയുമ്പോൾ എൻ്റെ അടുത്തുള്ള ആളുകൾ, സാധുവായ ആൾക്കാർ, ഇസ്ലാമിന്റെ ഒന്നും പഠിക്കാതെ മദ്രസയിൽ പോകാത്ത ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവരുടെ മനസ്സിൽ ഇങ്ങനെ സംശയത്തിന്റെ ഒരു മുള്ളെങ്കിലും ഇടാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം 2 ദിവസം കേൾക്കാൻ എന്ന് വെച്ചാൽ അറബികളൊന്നും മൊഴി ധരിക്കുന്നില്ല, നിങ്ങൾ ഏതെങ്കിലും അറബിന്റെ വീട്ടിൽ മൊഴി ധരിക്കുന്ന ആടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സംശയം ഉണ്ടാക്കുക. എന്നിട്ട് ഞാനിങ്ങനെ ഒരുപാട് തെളിവുകൾ പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞത് അത് നേരിട്ട് കാണിച്ചു തരുമോ, എന്നാലേ ഞാൻ വിശ്വസിക്കൂ. ഇതൊക്കെ അബൂജഹലിന്റെ നബ്സല്ലല്ലാഹു കാലത്തെ അബൂജഹൽ വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നബിയാണെങ്കിൽ നിങ്ങൾ ഈ ചന്ദ്രനെ പടത്തി കാണിച്ചു തരും, നേരിട്ട് കാണണമെന്നല്ലേ ഞാൻ വിശ്വസിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് ചന്ദ്രനെ പടത്തി കാണിച്ചു കൊടുക്കാനും പറഞ്ഞത് അത് മായാജാലാണ്, അത് മാജിക്കാണെന്ന് പറഞ്ഞിട്ട് നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ മുമ്പിൽ നിന്നിട്ട് നബിനെ വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. അതുപോലെ ഒരുപാട് ഉദാഹരണം കാണിച്ചു കൊടുത്തിട്ടും ഒരുപാട് തെളിവുകൾ കാണിച്ചു കൊടുത്തിട്ടും പിന്നെയും മറ്റുള്ള ആൾക്കാരോട് ഇത് പറയാ, അറബികൾ ചിലരുണ്ടാ, അല്ലെങ്കിൽ സൗദികൾ ചിലരുണ്ടാ, മക്കയിലുണ്ടാ, മദീനയിലുണ്ടാ, നമ്മുടെ ഒരുപാട് നെറ്റുകളിലൊക്കെ കാണുന്നത്. എന്നാലും വിശ്വസിക്കുക, നേരിട്ട് കാണണം, നേരിട്ട് റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് പറഞ്ഞോട് അവരുടെ ശരീരത്തിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ പെടാതെ നമ്മുടെ ഉസ്താദ് പറഞ്ഞ സലാത്ത് ചെല്ലുക, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുക എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാ ആഴ്ചയും നമ്മുടെ സലാത്തുകളിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ സിദ്ദീഖ്, കബീർ, ജാബിർ പോലെയുള്ള നല്ലവരായ സുഹൃത്തുക്കൾ സംഘടിപ്പിക്കുന്ന ഈ പരിപാടികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവരും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് പരിപാടികൾ നടത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.